Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. Happy birthday, dear Julia. Thank Happy you. birthday to you. Boom! My film is about to start tomorrow. കല്യാണം കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ഹായ് 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 കൈയടിച്ച് വിടുന്നു കൈയടിച്ച് വിടുന്നു. ഒരു പ്രശ്നം ഉണ്ടായി എന്ത് ചെയ്യണമെന്നുള്ളത് ആര് പഠിപ്പിച്ചിട്ടുണ്ട്? നമുക്ക് നഷ്ടം വരുമ്പോൾ ഭയങ്കരമായിട്ട് അയ്യോ പോയേ പോയതല്ല വരാൻ ഉണ്ടാക്കണതാണ് കുടുംബം. എന്ത് വില കൊടുത്തും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അല്ലാതെ ഒരു ഹെൽത്തി ആയ കുടുംബം എങ്ങനെ ഉണ്ടാക്കണമെന്നോ മെയിൻറ്റെയിൻ ചെയ്യണമെന്നല്ല, എന്ത് വില കൊടുത്തും ഈ പറഞ്ഞ ഒരു സാധനത്തിന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. പെയിനിൽ നിൽക്കുന്ന ഒരാൾ സംസാരിക്കുമ്പോഴും എക്സ്പ്രസ് ചെയ്യുമ്പോഴും കുറേ ബഹളങ്ങളാണ്. നമ്മൾ ക്ലിയർ ആയിട്ടല്ല ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഷുഡ് കം എബവ് ഓൾ. വ്യക്തിയാണ്. ആ വ്യക്തിക്ക് സമാധാനം ഇല്ലെങ്കിൽ, ആ വ്യക്തിക്ക് ആരോഗ്യമില്ലെങ്കിൽ, ആ വ്യക്തിക്ക് ഒരു ഉറച്ച അടിസ്ഥാനമില്ലെങ്കിൽ അതിൻ്റെ ചുറ്റിനുമുള്ള എല്ലാം നശിച്ചു പോകും. ലൈഫ് ഈസ് ഹാപ്പനിങ് ആൻഡ് ഐ എം ഒബ്സർവിങ്. You're observing what is happening to you. നോട്ട് ടു മീ, ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഞാൻ അതിൻ്റെ അകത്ത് ഇല്ലെന്നേ. പിന്നെ പ്രേമങ്ങൾ, സ്കൂളിൽ പഠിച്ചിരുന്ന പല പല പ്രേമങ്ങൾ, അത് ആ പ്രേമിച്ചവനെയൊക്കെ പിടിക്കുമ്പോൾ അവന്മാർ അയ്യോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുമ്പോൾ ഐ വാസ് ലൈക്ക് അതെ പ്രേമാണ്, എനിക്ക് അയാൾ ഇഷ്ടം. 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ കുറച്ച് ലോയർ ഫ്രണ്ട്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്, ഒരു മ്യൂച്വലിന് വേണ്ടി ഒരു സ്ത്രീ പോയി അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് പ്രെജുഡിസസും ബാറ്റിൽ ചെയ്തിട്ട് വരും. ഓഫ് കോഴ്സ് ആ ചാലഞ്ചസും ബാറ്റിൽ ചെയ്യണം. കാരണം അവരെ കാണുന്ന ലെൻസ് മാറും, അല്ലെങ്കിൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും ആസ് എ പേഴ്സൺ, ആസ് എ ക്യാരക്ടർ. ഇങ്ങനത്തെ പല തലങ്ങളിലുള്ള ബാറ്റിൽസ് അപ്പാർട്ട് ഫ്രം വാട്ട് ഇറ്റ് ഈസ്, അത് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നോ ജുവലിന്? ഓഫ് കോഴ്സ്. എൻ്റെ സീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നാമത്തെ ഡിവോഴ്സ് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കണത് ഞാൻ പരമാവധി ആളുകളിൽ നിന്ന് മറച്ചു പിടിച്ചു. അത് നല്ല സ്റ്റെപ്പായിരുന്നു എന്ന് എനിക്ക് തോന്നണേ. അതുകൊണ്ട് കുറേ പൊല്യൂഷൻ കുറഞ്ഞു കിട്ടി. കാരണം പബ്ലിക് ഫിഗറും കൂടിയാണല്ലോ. ഞാനിതൊന്നും ആരെ അറിയിച്ചിട്ടില്ല. ഐ വാസ് ഗുഡ് അറ്റ് മാസ്കിങ് എവറിത്തിങ്. അത് സ്ട്രെങ്ത് ആണോ അതോ വീക്ക്നെസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒളിപ്പിച്ച് പഠിച്ച് ശീലം വന്നപ്പോൾ ഐ വാസ് ഗുഡ് അറ്റ് ഡൂയിങ് ദാറ്റ്. അപ്പോൾ ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ പലപ്പോഴും ഐസൊലേറ്റഡ് ആയിട്ട് പല കൗൺസിലർമാരുടെയും മുന്നിൽ ഇരിക്കേണ്ടി വരും. ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ വളരെ വേർബൽ റേപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ വന്ന് വീഴും. ഇത്രയും ഫേമസ് ആയ ഇത്രയും ആൾക്കാർക്ക് മുഖം അറിയാവുന്ന എന്നോട് ഇങ്ങനത്തെ സംസാരങ്ങൾ, അത് വളരെ കാര്യത്തിൽ ചോദിക്കണ മാതിരിയാണ് ഈ ചോദ്യങ്ങളൊക്കെ വരിക. എനിക്ക് മനസ്സിലായി ഒരു തരത്തിലുള്ള അത് ഹാരാസ്മെൻ്റ് ആണ്. അത് ആ പറഞ്ഞ ചോദ്യം അവിടെ ആവശ്യമില്ല. എൻ്റെ അത്രയും പേഴ്സണൽ ഡീറ്റെയിൽസ് അയാൾ അറിയേണ്ട കാര്യമില്ല. ഒരു പുരുഷനുമാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു എന്തിനാ ചോദിക്കണേ? അല്ല അതൊക്കെ ഇതിൽ വേണം. ഞാൻ പറഞ്ഞു അത് വേണ്ട. അത് പറയാനുള്ള ആർജവം എത്ര പേർക്കുണ്ടാവും. ഞാൻ അന്ന് ആ മുറിയിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു കല്ല് കെട്ടി തൂക്കിയ പോലെ ഇവിടെ ഇങ്ങനെ ഒരു കല്ലിരിക്കുന്ന പോലെ തോന്നുന്നു. ഐ വാസ് തിങ്കിങ് എന്തോരം അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പോഷർ ഇല്ലാത്ത പെണ്ണുങ്ങൾ എത്ര എണ്ണം വന്നിരുന്ന് ഈ കഥ മുഴുവൻ പറയണുണ്ടാവും. കാരണം അവർക്കറിയില്ല. അവർ വിചാരിക്കണ കോടതി പോകാനായിട്ട് ഇത് മുഴുവൻ പറയണമെന്നാണ്. എവിടെയാണ് അതിൻ്റെ മാർജിൻ? എവിടെയാണ് നമ്മൾ നോ പറയേണ്ടത്? എത്രത്തോളം പറയണം? എവിടെ സ്റ്റാൻഡ് എടുക്കണം? ഇതൊക്കെ ആര് പഠിപ്പിച്ചു നമ്മളെ? കല്യാണം കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ഹായ് 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 കൈയടിച്ച് വിടുന്നു കൈയടിച്ച് വിടുന്നു. ഒരു പ്രശ്നം ഉണ്ടായി എന്ത് ചെയ്യണമെന്നുള്ളത് ആര് പഠിപ്പിച്ചിട്ടുണ്ട്? ഞാൻ ലേറ്റർ ഓൺ എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കി, ഞാൻ എന്നോട് പലരും സംസാരിക്കും, പേഴ്സണലി പലരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ കഥയൊക്കെ. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്, അവരിങ്ങനെ സെൽഫ് വെറൈറ്റി ഞാനങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞു നിന്നെ ആര് പഠിപ്പിച്ചു? ഇത് നിനക്കറിയാമായിരുന്നോ? ഇങ്ങനെ ചെയ്യണമെന്ന് നിനക്കറിയാമായിരുന്നോ? അറിയില്ലായിരുന്നു. നിന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല. നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് കുടുംബം. എന്ത് വില കൊടുത്തും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അല്ലാതെ ഒരു ഹെൽത്തി ആയ കുടുംബം എങ്ങനെ ഉണ്ടാക്കണമെന്നോ മെയിൻറ്റെയിൻ ചെയ്യണമെന്നല്ല, എന്ത് വില കൊടുത്തും ഈ പറഞ്ഞ ഒരു സാധനത്തിന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിന് നിങ്ങളുടെ ഹെൽത്ത് കോംപ്രമൈസ് ചെയ്യാം, മെൻ്റൽ ഹെൽത്ത് കോംപ്രമൈസ് ചെയ്യാം, നിങ്ങളുടെ പേഴ്സണാലിറ്റി കോംപ്രമൈസ് ചെയ്യാം, എല്ലാം കോംപ്രമൈസ് ചെയ്യാം.
പക്ഷേ ഈ ഫാമിലിയുടെ സാങ്ക്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. You can lose your sanity, but you have to preserve the sanctity of your heart. ഇതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി ഇഫ് യു കം ഫ്രം എ റിലീജിയസ് ഓർത്തഡോക്സ് ഫാമിലി. അതേത് മതം വേണമെങ്കിലും. ഏത് മതം വേണമെങ്കിലും. ഈ ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഒരു ഡിസിഷൻ എടുക്കുക പലപ്പോഴും പല പെൺകുട്ടികൾക്കും ഈ ഒരു ഡിസിഷനിലേക്ക് എത്ര ടോക്സിക് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് ആണെങ്കിൽ പോലും വിതിൻ ദ മാരിഡ് ലൈഫ് അവർക്ക് ഈ ഡിസിഷനിലേക്ക് എത്താൻ പറ്റാത്തത് ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ എത്ര കേസസാണ് ഇപ്പോൾ ഈയിടയ്ക്കായിട്ട് തന്നെ കേൾക്കുന്നത്. എങ്ങനെയായിരുന്നു ജുവലിൻ്റെ ഫസ്റ്റ് അപ്രോച്ച് ടുവേർഡ്സ് യുവർ ഫാമിലി ആൻഡ് വാട്ട് ഡിഡ് യു ലേൺ അബൌട്ട് ദം? സമാധാനം ഇല്ലാത്തൊരു മാരേജിൽ കൂടെ കടന്നു പോകുന്ന ഒരാളുടെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫോഗ്ഡ് ആയിരിക്കും എപ്പോഴും. അതിന് വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. ഒരു ഹെൽത്തി ഇപ്പം ഞാൻ പറയാം, ഇന്ന് എനിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ എക്സും വൈയും അതിൻ്റെ പാസ്റ്റും ഫ്യൂച്ചറും എല്ലാം ചിന്തിക്കാനുള്ള ക്ലാരിറ്റി ഉണ്ട്. മറ്റേത് അതല്ല, കമാൻഡ്സ് ആൻഡ് നമ്മൾ അത് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു മെക്കാനിസമാണ് പല കുടുംബങ്ങളിൽ. നിങ്ങൾക്ക് ഇത് കാണണവർ നിങ്ങളുടെ വീടുകളിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്യക്തികളെ കാണാൻ പറ്റും. അനുസരിക്കുന്ന വ്യക്തികളെയും അനുസരിപ്പിക്കുന്ന വ്യക്തികളെയും നമുക്ക് കാണാൻ പറ്റും. അതെല്ലാ കുടുംബങ്ങളിലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ പ്രോബ്ലംസ് നടക്കുമ്പോൾ ഞാൻ പലതും എൻ്റെ അമ്മയടുത്തും എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് പ്രശ്നങ്ങളുണ്ട്. എല്ലാ അമ്മമാരും പറയണേ, എൻ്റെ അമ്മയും പറഞ്ഞോളൂ, പ്രാർത്ഥിക്കും മോളെ ശരിയാവും. പ്രാർത്ഥിക്കുക, അതിന് അതേ അറിയുള്ളൂ. എൻ്റെ അമ്മയ്ക്കൊന്നും അതിൽ കൂടുതൽ വലിയ അറിവും വിദ്യാഭ്യാസമൊന്നും ഇല്ല. എനിക്കറിയില്ലായിരുന്നു. ഞാനും ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഒരുപാട് കാലം ഞാനിത് ചെയ്തുകൊണ്ടിരുന്നു. ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ കുറച്ച് നാൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ മാറേണ്ട വന്ന സാഹചര്യത്തിൽ അപ്പോൾ ഉണ്ടായ ഒരു ഗ്യാപ്പ്, അതായത് ആ മാരേജിൻ്റെ അകത്ത് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം അടുപ്പിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരു രാത്രി ഞാൻ ഇരുന്ന് ഭയങ്കരമായിട്ട് പെട്ടെന്ന് കരഞ്ഞ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനം പെട്ടെന്ന് റിലീസ് ആവണം മാതിരി ഒരു കരച്ചിലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിയുടെ അടുത്ത് എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ പറഞ്ഞപ്പോൾ ആ കുട്ടിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അവളന്ന് മാരീഡാണ്, നമ്മൾ മാരേജ് ചെയ്തിട്ടൊരു 1 year എങ്ങാണ്ടാവുന്നുള്ളൂ. ആ കുട്ടിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ചേച്ചിന് തിരിച്ചു പോകണ്ട, ഇത് ശരിയാവൂല. അനിയത്തി എത്ര വയസ്സ്? അവൾ എന്നെക്കാൾ 5 വയസ്സിനുള്ളതാണ്. ആ കുട്ടിക്കുള്ളതിൻ്റെ പകുതി ബോധം പോലും എനിക്കില്ല ആ സമയത്ത്. കാരണം എൻ്റെ തല അതുപോലെ ആയിപ്പോയായിരുന്നു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയാണ്, ഇനി പോകണ്ടെന്നല്ല ചേച്ചി, ഇനി പോയാൽ ശരിയാവില്ല. അവൾക്ക് എന്തോ മനസ്സിലായി. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പോയി ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചിട്ട് എന്നെ ഉറങ്ങാൻ വിട്ടു. അപ്പോൾ കരഞ്ഞതിൻ്റെ സമാധാനത്തിൽ ഞാൻ കിടന്നുറങ്ങി. ഈ കുട്ടി രാത്രി പോയി എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്തും പോയി. അവൾ വളരെ വ്യക്തതയോടുകൂടി ആ കൊച്ചു പറഞ്ഞു, ചേച്ചിയുടെ പ്രോബ്ലംസ് ഇതൊക്കെയാണ്, ചേച്ചി ഗോ ത്രൂ ചെയ്യുന്ന ഇതൊക്കെയാണ്, ഇത് ശരിയാവില്ല കേട്ടോ, നമുക്ക് ഇത് ശരിയാവില്ല, ചേച്ചി ഇനി പോയാൽ ശരിയാവില്ല. ആ കൊച്ചെടുത്ത ഒരു സ്റ്റാൻഡാണ് എൻ്റെ ഫാമിലി എഗ്രി ചെയ്തത്. അപ്പോൾ അവർക്ക് മനസ്സിലായി. എൻ്റെ ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റിനെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പെയിനിൽ നിൽക്കുന്ന ഒരാൾ സംസാരിക്കുമ്പോഴും എക്സ്പ്രസ് ചെയ്യുമ്പോഴും കുറേ ബഹളങ്ങളാണ്. നമ്മൾ ക്ലിയർ ആയിട്ടല്ല ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അവൾ 3rd person ആയിരുന്നു. അവൾ ഇക്വേഷൻ ഇല്ലാത്ത അവൾ ഒബ്സർവ് ചെയ്തു, അവൾക്ക് കാര്യം മനസ്സിലായി, അവൾ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ലാരിറ്റി ആയി. ദെൻ ഞാൻ വീണ്ടും തെറാപ്പി കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയി, ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ഐ ഹാവ് ടു ലുക്ക് ആഫ്റ്റർ മൈസെൽഫ്. ഞാൻ എന്നെ രക്ഷിക്കണം, കുടുംബമല്ല, ഞാൻ എന്നെ രക്ഷിക്കണം എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഡിവോഴ്സിന് ട്രൈ ചെയ്യാൻ തുടങ്ങി. ഒരു തീരുമാനത്തിലെത്തി 3 വർഷത്തിന് ശേഷം മ്യൂച്വലി ചെയ്ത് ഡിവോഴ്സ് നടന്നു. ഈ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക്, ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളാണ്, ഈ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് തുടക്കത്തിലേ ശ്രദ്ധിക്കുന്നത്? ബിക്കോസ് ഐ എം ഷുവർ ദർ ലോട്ട്സ് ഓഫ് ലെസൺസ് ദാറ്റ് യു വുഡ് ഹാവ് ലേൺഡ് ത്രൂ യുവർ മാരേജ്, ഈവൻ ബിഫോർ ഗെറ്റിംഗ് മാരിഡ്. അപ്പം വാട്ട് ആർ ദ തിങ്സ് ഡു യു ഫീൽ ദാറ്റ് നമുക്ക് ഒരു കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് നല്ല കാര്യങ്ങൾ നമ്മളിൽ ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടത് ആസ് എ പേരൻറ്റ്, ആസ് സിബ്ലിങ്സ്, വാട്ട് എവർ? സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഷുഡ് കം എബവ് ഓൾ. വ്യക്തിയാണ്. ആ വ്യക്തിക്ക് സമാധാനമില്ലെങ്കിൽ, ആ വ്യക്തിക്ക് ആരോഗ്യമില്ലെങ്കിൽ, ആ വ്യക്തിക്ക് ഒരു ഉറച്ച അടിസ്ഥാനമില്ലെങ്കിൽ അതിൻ്റെ ചുറ്റിനുമുള്ള എല്ലാം നശിച്ചു പോകും. ഈ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ എല്ലായിടത്തും പോയി കോംപ്രമൈസ് ചെയ്യണതും. ആ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ പറഞ്ഞ ബാക്കിയുള്ള നെഗറ്റീവ് ഇമോഷൻസ് കൊണ്ട് നമ്മൾ ആൾക്കാരെ ഇട്ട് കുഴപ്പിക്കുന്നത്. ഓരോ വ്യക്തിക്കും ആ സെൽഫ് റെസ്പെക്റ്റ് വേണം. അത് ഞാൻ ആണായതുകൊണ്ടോ പെണ്ണായതുകൊണ്ടോ അല്ല, അത് ജെൻഡറിൻ്റെ പേരിൽ കിട്ടേണ്ട ഒരു ഔദാര്യമല്ല. ഞാൻ ഇന്ന ആളായതുകൊണ്ടും ഞാൻ ഇത്രയും ജീവിതം ജീവിച്ചിട്ടുള്ളത് കൊണ്ടും ഞാനിപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ പ്രാപ്തയാണെന്നുള്ള ബോധം വരണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു വെർത്ത് ഫീൽ ചെയ്യണം. സെൽഫ് വേർത്ത്. അവിടെ നിന്ന് നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അനാവശ്യമായിട്ട് ബെൻഡ് ഡൗൺ ചെയ്യില്ല.
നമുക്ക് ആദ്യത്തെ അടിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ അടി കിട്ടിയെന്നുള്ളത്. അതിൽ വേറെ ഒരു ക്ലാരിറ്റി കുറവും ഉണ്ടാവില്ല. ഇത് പഠിപ്പിക്കണം. എനിക്ക് തോന്നണത് 2000-ന് ശേഷം അല്ലെങ്കിൽ ഒരു 2005-ന് ശേഷമൊക്കെ വന്നിട്ടുള്ള പിള്ളേരുണ്ടല്ലോ, ഇപ്പോഴത്തെ ജെൻ ആൽഫ ജെൻ സിക്ക് ശേഷമുള്ളവർ ഇച്ചിരി കൂടെയൊക്കെ സെൽഫ് വർത്ത് ഉള്ള പിള്ളേരാണ്. ഐ എം നോട്ട് സീയിങ് സച്ച് കുളം കലക്കിയ പിള്ളേർ ലൈക്ക് അസ്. നമ്മളൊക്കെ ഇങ്ങനെ കൈയും കാലോട്ട് അടിച്ചോണ്ടിരിക്കുന്നത്, അയ്യോ ഞാനാരാ നീ ആരാ ആർക്കും ഒന്നും അറിയത്തില്ല, എല്ലാവരും ഇങ്ങനെ മുങ്ങിത്തപ്പുക, എവിടെ നോക്കിയാലും മുങ്ങിപ്പോകുന്ന ഒരെണ്ണം. അതായിരുന്നു അന്നത്തെ കാലഘട്ടം. ഇന്ന് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിക്കേഷനുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് ഐ എം റൈറ്റ് ഓർ റോങ്, ഐ എം നോട്ട് എ പാരൻറ്റ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ കുറച്ചും കൂടെ ഒരു സെൽഫ് വർത്ത് കാണിക്കുന്ന പിള്ളേരാണെന്നാണ്. അതിൽ തന്നെ വേറെ എന്തൊക്കെ നെഗറ്റീവ് ഷേപ്പിംഗ് നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മുടെ അത്രയും കോൺഫിഡൻസ് ഇല്ലാത്തവരല്ല. നമ്മുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും, ഞാൻ 90s-ലുള്ള ഒരാളാണ്, ഞാൻ കണ്ടിട്ടുള്ള എല്ലാത്തിനും അണ്ടർ കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം ആരും ഇല്ല നമ്മൾ വെർത്തൊന്ന് മനസ്സിലാക്കി തരാനായിട്ട്. നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് ഞാൻ ആരാണ്ടൊക്കെ ആകുമായിരിക്കും എന്നെങ്കിലും. അങ്ങനെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരേ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ വേൾഡ് വാറും പരിപാടിയൊക്കെ കഴിഞ്ഞ് കാർഗിലും ഒക്കെ കഴിഞ്ഞ് പിന്നെ വന്നൊരു ജനറേഷനാണല്ലോ നമ്മൾ. ആ ടൈമിലാണല്ലോ അതൊക്കെ പറയുന്നത്. അപ്പം എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഞാൻ പറയാം, വെറുതെ ഒരു തെറ്റിദ്ധാരണയാണ് എല്ലാം ശരിയാവും. ഇത് കേട്ട് വളർന്നവരാ. പക്ഷെ അതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ഈ ട്രോമയിൽ പോകുമ്പോഴും ഈ പെയിൻ എടുക്കുമ്പോഴും ഈ തകർച്ചയിലും ഒക്കെ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എല്ലാം ശരിയാവും, എങ്ങനെ ശരിയാക്കണമെന്ന് അറിയില്ല. 0 എക്യുപ്മെൻറ്റ്സ് ആണ് കയ്യിലുള്ളത്, ഒരു ഐഡിയ ഇല്ല എങ്ങനെ ശരിയാക്കണത്. പക്ഷേ ഒരു ഹോപ്പ്, ഭീകര ഹോപ്പായിരുന്നു നമുക്ക്. അതുപോലെ ഒരു കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് എപ്പോഴും പറയുന്നതാണ് സീ ദ ഗുഡ് ഇൻ പീപ്പിൾ, ഓൾവേസ് സീ ദ ഗുഡ് ഇൻ പീപ്പിൾ. ഹൗ ഡു യു റെസ്പോണ്ട് ടു ദാറ്റ്? ഓൾവേസ് സീ ദ പീപ്പിൾ, ഡോണ്ട് ലുക്ക് ഫോർ ഗുഡ്. നമ്മൾ ഗുഡ് നോക്കിക്കൊണ്ടിരുന്ന ഗുഡ് മാത്രമേ കാണുള്ളൂ. യു സീ ദ പേഴ്സൺ, യു സീ ദാറ്റ് പേഴ്സൺ. അങ്ങനെ ആളെ കാണും, അയാളുടെ ഗുഡോ ബാഡോ എന്നുള്ളതല്ല, ആ വ്യക്തിയെ കാണും. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. മാരേജ് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്നിപ്പോൾ ജോലിനോട് ഞാൻ ചോദിച്ചാൽ ഡു യു ബിലീവ് ഇൻ ദാറ്റ്? ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ബിലീവ് ചെയ്യുന്നുണ്ട്? എനിക്ക് അതിനൊരു എന്താ പറയുക, അങ്ങനത്തെ കൺസ്ട്രക്റ്റുകളോട് എനിക്ക് അറിയില്ല. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം കാണുമ്പോൾ ഭയങ്കര തമാശയായിട്ടാണ് തോന്നുന്നത്. 2 വശവും ഞാൻ കാണുന്നുണ്ട്. 2 തരത്തിലുള്ള മാരേജസ് ഞാൻ കാണുന്നുണ്ട്. അതായത് കെട്ടിപ്പോയത് കൊണ്ട് ഞങ്ങൾ ഈ സാധനത്തിന് ഇങ്ങനെ പ്രിസർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ്, അഗാധമായ പ്രണയത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് ഇവർ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും കപ്പിൾസായിട്ട് നമുക്ക് തോന്നുന്ന വേറൊരു ഗ്രൂപ്പ്. അതിൽ കുറേ പേരൊക്കെ കല്യാണം കഴിക്കുന്നുണ്ട്. ഏത് സിസ്റ്റം നമ്മൾ എടുത്താലും അതിലുള്ള വ്യക്തികളാണ് ആ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യുന്നത്. ആ സ്പേസിൽ നിൽക്കുന്ന 2 ആൾക്കാർ ഭയങ്കര ബ്യൂട്ടിഫുള്ളായ, നന്നായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള, തുറവിയുള്ള മനുഷ്യരാണെങ്കിൽ ആ സ്പേസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി മറ്റേ ഓട്ട അടച്ചുകൊണ്ടിരിക്കുകയാണ്, കൈ കിട്ടുന്നതൊക്കെ വെച്ച്. സിസ്റ്റം ആണെങ്കിലും അതിനകത്തുള്ള ഇൻഡിവിജ്വൽസ് ആണ് ദാറ്റ് മാറ്റർ. സോ വെൻ യു ഗെറ്റ് ഇൻ ടു എ റിലേഷൻഷിപ്പ് നെക്സ്റ്റ്, എന്താണ് മനസ്സിൽ ഏറ്റവും പ്രയോറിറ്റിയിൽ വെക്കുക? വാട്ട് ഇസ് ദാറ്റ് യു ലുക്കിംഗ് ഫോർ എ പേഴ്സൺ? എൻ്റെ സമാധാനം, പീരിയഡ്. അത്രേ ഉള്ളൂ, പീരിയഡ്. അതിൻ്റെ അപ്പുറം ആ സമാധാനം നിലനിർത്താൻ കഴിവുള്ള, ആ സമാധാനത്തിന് വേണ്ടി ഒരു സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന, ആ സമാധാനത്തിന് എൻ്റെ കൂടെ സന്തോഷിക്കാൻ പറ്റണ ഒരു മനുഷ്യൻ. ചിന്തിക്കുക, ഇറ്റ് ഇസ് റെയർ ടു ഫൈൻഡ് സച്ച് പീപ്പിൾ, റൈറ്റ്? ബോധമുള്ള ആൾക്കാരെ നമുക്ക് നോക്കാം. ഓൺ ദാറ്റ് നോട്ട് ഒരു ഗെയിം കളിക്കാം. ഓക്കെ. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു കാർഡ് എടുത്തിട്ട് കാർഡ് വായിച്ച്, ഇത് വെനസസ് കാർഡ്സ് ആണ് ഐ ആം ഗെയിമിൽ. മേ ബി നെവർ. ഞാൻ ഇതൊരിക്കലും ചെയ്യൂല. മേ ബി നെവർ എവർ I'll compromise my peace for something or somebody. സമാധാനമാണ് മുഖ്യം. ഓക്കെ. ബൂം. പെട്ടെന്ന് ബൂം ആയത് എപ്പോഴാ? എന്ത് ബൂം? അതിപ്പോൾ ഫ്യൂച്ചറിലേക്കും പറയാലോ. ബൂം, മൈ ഫിലിം ഇസ് അബൌട്ട് ടു സ്റ്റാർട്ട് ടുമോറോ. യെസ്, അതാണ് എനിക്ക് കാണേണ്ട ബൂം. അതാണ് സിനിമ സംഭവിക്കുന്നത്, അതാണ് എനിക്ക് കാണേണ്ട ബൂം. അത് പെട്ടെന്ന് നടക്കുന്നു. ട്രസ്റ്റ്. ഇതൊരു വലിയ കാര്യമാണ്. ട്രസ്റ്റ്, ഒരാളെ ട്രസ്റ്റ് ചെയ്യുക, എസ്പെഷ്യലി സംബഡി ഫ്രം ദി ഓപ്പോസിറ്റ് ജെൻഡർ. ഹൗ ഈസി ഓർ ഡിഫിക്കൽട്ട് ഇസ് ഇറ്റ്? ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു ലൈഫ് സ്പാനിൽ ഇത്രത്തോളം ഡിഫിക്കൽട്ട് അല്ല ഇപ്പോൾ എനിക്ക്. ഡിഫിക്കൽട്ട് അല്ല? അതെന്താ? ബിക്കോസ് ഐ ഹാവ് ലേൺഡ് ഹൗ ടു റീഡ് പീപ്പിൾ. റിയലി? യെസ്.
ഐ എം വെരി കോൺഫിഡൻറ്റ് ദീസ് ഡേയ്സ്. ഞാനത് നല്ലപോലെ ചെയ്യുന്നുണ്ട്, ആളുകളെ വായിക്കുക എന്നുള്ളത്. പണ്ട് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പം എനിക്ക് ഇപ്പം എന്നോട് ഒരാൾ ചോദിക്കുകയാണ് വാട്ട് യു റീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ റീഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ. So tell me about how you read people. It's very interesting അല്ലേ? Like ഒരു എക്സ്പീരിയൻസ് പറയൂ. Something that happened അത് കറക്റ്റ് റീഡ് ചെയ്തത്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ. See, people talk. People talk a lot. പക്ഷെ ഇതൊന്നും അല്ല അവരുടെ കണ്ണ് പറയുക. അത് കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിൽ അവർ ഹുക്കായിട്ട് ഇരുന്ന് പോയ കഥകളുണ്ട്. ലൈക്ക് ഹൗ ഡിഡ് യു ഈവൻ നോ ദാറ്റ്, അല്ലെങ്കിൽ അതെങ്ങനെ മനസ്സിലായി, എൻ്റെ ആ വശം താൻ എങ്ങനെ കണ്ടു. ഞാൻ പറയാം ഐ സോ യു. അതാ ഞാൻ പറഞ്ഞു ഐ സോ യു. അതിലെനിക്ക് ഭയങ്കര ഒരു ത്രില്ലുണ്ട്. ഈവൻ ഞാൻ എഴുതുമ്പോഴും ഒക്കെ എനിക്ക് ഏറ്റവും ഹുക്കുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ ഇമോഷൻസാണ്. കാരണം ഞാനതിൻ്റെ കടലിൻ്റെ ഉള്ളിൽ പോയി മുങ്ങിത്തപ്പി വന്ന ഒരാളാണ് എൻ്റെ തന്നെ പേഴ്സണൽ ലൈഫിൽ. ഐ സോ മൈസെൽഫ്, സോ ഐ ക്യാൻ സീ അതേഴ്സ് നൗ. അതുകൊണ്ട് ഞാൻ കാണുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അടുപ്പിക്കണ്ടെന്നുള്ളതും തരക്കേടില്ലെങ്കിൽ കുറച്ചടുപ്പിക്കാന്നുള്ളതും പ്രൂവ് ചെയ്തവരെ മാത്രം അകത്ത് കയറ്റുക എന്നുള്ളതുമാണ് ഇപ്പോഴത്തെ ഇത്. ബൗണ്ടറീസ് ഭയങ്കര ക്ലിയർ ആയി. സോ ഐ ഡോണ്ട് ഹാവ് ടു ട്രസ്റ്റ് എനിവൺ. ഐ ട്രസ്റ്റ് മൈസെൽഫ് അബൌട്ട് മൈ ജഡ്ജ്മെൻറ്റ്സ്. കാരണം എൻ്റെ ജഡ്ജ്മെൻറ്റ്സ് സ്ഥായി അല്ല. ഞാനിപ്പോൾ ഒരു കാര്യത്തിൽ പറഞ്ഞു ഇന്ന ആൾ ശരിയെന്ന് പറഞ്ഞു, നാളെ അയാൾ ശരിയല്ലായ്ക കാണിച്ചു കഴിഞ്ഞാൽ ആ ബന്ധത്തിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനോ കറക്റ്റ് ചെയ്യാനോ ഉപേക്ഷിക്കാനോ ഉള്ള കേപ്പബിലിറ്റി എനിക്കായി. പിന്നെ ഇപ്പൊ നേരത്തെ അങ്ങനെയല്ലായിരുന്നു. ഒരാളെ ഒരു ലേബിൾ ഇട്ടാൽ പിന്നെ അതിൽ നിന്ന് അനങ്ങൂല. അകപ്പാടെ കുറച്ച് പേരെ അടുപ്പിക്കുള്ളൂ. പണ്ട് പേടിയാണ് മനുഷ്യന്മാരെ, ഇന്ന് പേടിയൊന്നുമില്ല. ഇന്ന് എല്ലാവരെയും കാണുന്നുണ്ട്, എല്ലാവരെയും വായിക്കുന്നുണ്ട്, എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. So what is like your biggest fear now? If you have gone through this journey, cancer being അതൊരു എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ്, അതും യു ഹാവ് ഡെൽറ്റ് വിത്ത് ഇറ്റ്. അപ്പോൾ ഇപ്പോഴെന്താണ് പേടിക്കുന്നത്? എനിക്ക് സത്യത്തിൽ ഇപ്പോൾ ഒരു പേടിയില്ല. എനിക്ക് ഒന്നിനും പേടിയില്ല. അത് ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം പറയാം. എൻ്റെ ലൈഫിൽ കുറേ നാൾ മുന്നേ വരെ, ഇത് ഇന്നാൾ വരെ എനിക്കുണ്ടായിരുന്നൊരു പേടിയാണ്. എനിക്കൊരിക്കലും തന്നെ സർവൈവ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് തന്നെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പം ഡിവോഴ്സ് സമയത്തും സെപ്പറേഷൻ സമയത്തൊക്കെ എൻ്റെ അച്ഛനമ്മയുടെ കൂടെയാണ്. അതൊക്കെ കഴിഞ്ഞ് ഒരു 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 ചെറിയ ടെർമോയിൽ സംഭവിച്ചപ്പോഴത്തേക്കും ഞാനൊരു തീരുമാനം എടുക്കുകയാണ്, തന്നെ താമസിക്കണം. അതൊരു ഭയങ്കര ഡിസിഷനായിരുന്നു. എന്നിട്ട് ഞാൻ തന്നെ ഒരു ഫ്ലാറ്റ് റെൻ്റ് ഔട്ട് ചെയ്ത് ഞാനും എൻ്റെ പഗ് ഹൈക്കു എന്നാണ് അവൻ്റെ പേര്, ഞാനും എൻ്റെ ഹൈക്കുമോനും കൂടെ ഒരു വീടെടുത്ത് ഞങ്ങൾ താമസിക്കാൻ തുടങ്ങി. ആ പേടിയും കൂടെ അവസാനിച്ചോടുകൂടി എല്ലാ അവസാനത്തെ പേടിയും തീർന്നു. ഇപ്പോൾ ഒന്നിനെ പേടിയില്ല, ആരെയും പേടിയില്ല. ഞാനതൊരാളോട് പറഞ്ഞാണ്, നമ്മളൊക്കെ പറയും ഒറ്റയ്ക്കാവുമ്പോഴേ നമ്മൾ പേടിക്കണം. ഒറ്റയ്ക്കാവുമ്പോഴാണ് പേടിയില്ലാതാവുന്നേ. നമ്മളോട് ഒച്ച എടുക്കാൻ ഒരാളില്ല, നമ്മളെ ചോദ്യം ചെയ്യാൻ ഒരാളില്ല, വേറൊരാളുടെ അഭിപ്രായം നമ്മൾ നോക്കണ്ട. വി ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് അനദർ ഹ്യൂമൻസ് മൈൻഡ്. യു ആർ ഇൻ യുവർ സ്പേസ്. അപ്പോൾ വാട്ട് അബൌട്ട് കമ്പാനിയൻഷിപ്പ്? വാട്ട് അബൌട്ട് ഹാവിങ് സംബഡി ടു ഷെയർ യുവർ ബീയിങ് വിത്ത്? നമ്മൾക്ക് നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ ഒരാളും കൂടി വേണ്ടേ? ഒരാളെന്നല്ല, ഐ ഹാവ് മെനി പീപ്പിൾ ഇൻ മൈ ലൈഫ്. എനിക്ക് പല ലെവൽസ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള സ്പേസസ് ഉണ്ട്. പല രീതിയിൽ അവരെന്നെ നർച്ചർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് എൻ്റെ പേഴ്സണൽ സ്പേസ് ഇപ്പോൾ ഭയങ്കര സേക്രഡാണ്. എൻ്റെ ഫ്ലാറ്റിനകത്ത് നിറയെ ചെടികളുണ്ട്, എനിക്കൊരു പട്ടിയുണ്ട്, പുറത്ത് കുറേ പൂച്ചകളുണ്ട്. നല്ല രസമാണ് എൻ്റെ ജീവിതം. ഇപ്പോൾ ബാൽക്കണി രാവിലെ ചെന്ന് നോക്കുമ്പോൾ പൂ വിരിഞ്ഞിട്ടുണ്ടാവും, പുതിയൊരു തളിര് വന്നിട്ടുണ്ടാവും. അന്ന് ഞാൻ തീരുമാനിക്കും ഞാൻ ഇന്ന് എന്താ കഴിക്കേണ്ടതെന്നുള്ളത്. എൻ്റെ കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് തന്നെ ഒരു തൃപ്തി ഉണ്ടാവും. ഞാൻ എൻ്റെ സ്പേസ് ക്ലീൻ ചെയ്യുന്നു. ഇതാണ് ലക്ഷറി. ദിസ് ഇസ് ലക്ഷറി മാൻ. ഇതാണ് ലക്ഷറി. നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. റിപ്പീറ്റിംഗ് ദ സെയിം മിസ്റ്റേക്സ് അഗൈൻ. നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഇത് മനുഷ്യൻ്റെ ഒരു പാറ്റേണിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സൈക്കോളജിയിൽ. അതായത് നമ്മളുടെ ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ള പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ നമുക്കുണ്ട്. അതിപ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൻ്റെ കോണ്ടെക്സ്റ്റിലാവാം, ആങ്ഷ്യസോ അവോയ്ഡൻറ്റോ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ടാണ്. ഡു യു സീ ദോസ് പാറ്റേൺസ് ഇൻ യു? ഡിഡ് യു റെക്കഗ്നൈസ് ആ പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്തോ? ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്യണുണ്ട്. അതുകൊണ്ട് തന്നെ ഇഫ് ഐ എം ഹാവിങ് എ പ്രോബ്ലം വിത്ത് സംബഡി, അല്ലെങ്കിൽ ഒരു എക്സസീവ് ഒബ്സഷനോ അല്ലെങ്കിൽ
എനിക്കൊരു ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് റെസ്പോൺസ് കിട്ടുന്നില്ല, എന്തെങ്കിലും പ്രോബ്ലം എനിക്കുണ്ടെങ്കിൽ ഞാനിപ്പോൾ സംസാരിക്കും. ഐ ഡോണ്ട് കെയർ ഹൗ ദേ ഫീൽ. അവരെ എത്ര അൺഈസി ആയിട്ട് പിടിച്ചിരുത്തിയാലും ഞാൻ കാര്യം പറയും. ഇതിങ്ങനെ ഒരു സംഭവം നടക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഡു യു ഹാവ് എ പ്രോബ്ലം ഇൻ ദാറ്റ്? ഡു യു ഹാവ് എനിത്തിങ് ടു സ്പീക്ക് അബൌട്ട് ദാറ്റ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആൾക്കാർക്ക് പറയാതെ അവർ കാര്യം പറയും, ഇന്നതാണ്, ഇന്നതില്ല. അപ്പോൾ നമ്മുടെ ഇടയിലുള്ള എയർ ക്ലിയർ ആയേ, നമ്മൾ മൂവ് ഓൺ ചെയ്തേ. ഇങ്ങനെ വേണം ആളുകളുമായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ. അതുകൊണ്ട് ആ ബന്ധങ്ങളൊക്കെ നിലനിൽക്കുന്നു നല്ല സ്പേസസിൽ. ആൻഡ് ഐ തിങ്ക് നമ്മൾ പലപ്പോഴും പഠിക്കാത്തൊരു കാര്യം, ഐ തിങ്ക് കുട്ടിക്കാലം മുതൽ ഇസ് സ്പീക്കിംഗ് അപ്പ് ഫോർ യുവർ സെൽഫ്. നമ്മൾ പലപ്പോഴും വെൻ യു സ്പീക്ക് അപ്പ് ഫോർ യുവർ സെൽഫ് ഇറ്റ് ഈസ് ബ്രാൻഡഡ് സെൽഫിഷാണ്, അല്ലെങ്കിൽ സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്നുള്ളൂ, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എപ്പോഴും നമ്മളോട് പറയുന്നത് മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്ന് ആലോചിച്ചിട്ട് വേണം സംസാരിക്കാൻ. എന്തോ എനിക്കത് എപ്പോഴും വളരെ ഡാമേജിങ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഡാമേജിങ്. എൻ്റെ ചെറുപ്പം മുതലേ ഈ മറ്റുള്ളവരെന്ത് ചിന്തിക്കണം എന്നുള്ളത് എനിക്ക് അന്നും വിഷയമല്ല. കാരണം ഞാൻ ഓൾറെഡി ബ്രാൻഡഡ് ആണല്ലോ, ഇത് തലതിരിഞ്ഞു പോയി എന്നുള്ളത്. അതെനിക്ക് അന്ന് ഒരു എന്താണ് ലേബൽ അടിച്ച് തന്നു ഓൾറെഡി. ആണോ? എനിക്ക് ചെറുപ്പത്തിലെ ലേബൽ അടിച്ചത്. എന്തുകൊണ്ട്? Because I was asking questions, because I was bad at studies, because I was on stage. ഞാൻ ചെയ്യണതൊക്കെ മറ്റേ ടിപ്പിക്കൽ ഗുഡ് ഗേൾ ഫിനോമിനനിൽ നിന്ന് മാറി നടക്കുന്ന സാധനങ്ങളാണ്. പിന്നെ കാണാനും വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുപ്പത്തിൽ എന്താ പറയുക, ഒരു കുട്ടിക്കുരങ്ങനെ മാതിരിയായിരുന്നു ഞാൻ. സ്വഭാവം അങ്ങനെ തന്നെ, മരം കയറി നടക്കുക, സൈക്കിൾ ചവിട്ടി നടക്കുക, ആമ്പിള്ളേരോടെ നടക്കുക, ഇത് തന്നെയായിരുന്നു എൻ്റെ സ്വഭാവം. പിന്നെ പ്രേമങ്ങൾ, സ്കൂളിൽ പഠിച്ചിരുന്ന പല പല പ്രേമങ്ങൾ. അത് ആ പ്രേമിച്ചവനെയൊക്കെ പിടിക്കുമ്പോൾ അവന്മാർ അയ്യോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുമ്പോൾ ഐ വാസ് ലൈക്ക് അതെ പ്രേമാണ്, എനിക്ക് അയാൾ ഇഷ്ടം. 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഐ ഹാവ് സെറ്റ് ദിസ്. അങ്ങനത്തെയൊക്കെ റിബലിയസ് മൈൻഡ്. കാരണം എനിക്ക് സത്യസന്ധമായി മറുപടി പറയാൻ അന്ന് പേടിയില്ലായിരുന്നു. പിന്നെ പേടിപ്പിച്ചതാണ് എല്ലാവരും കൂടി. എൻ്റെ മൈൻഡിനെ അങ്ങനെ കണ്ടീഷൻ ചെയ്തതാണ്. ചെറുപ്പം മുതലേ ഐ ഹാഡ് ടു ഫൈറ്റ് ഫോർ ദാറ്റ് റൈറ്റ്. കാരണം എൻ്റെ കുറവുകൾ കൊണ്ട് ഞാൻ ഒരുപാട് ഒപ്രസ് ചെയ്യപ്പെട്ടൊരു കുട്ടിയായിരുന്നു ചെറുപ്പത്തിൽ. എനിക്ക് മാത്സിന് ഞാൻ ഭയങ്കര വീക്കാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് 0 കിട്ടിയിട്ടുണ്ട് എൻ്റെ പേപ്പറിൽ. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബർത്ത്ഡേക്ക് മാത്സിൻ്റെ പേപ്പർ കിട്ടി, ഞാൻ തോറ്റുപോയി. ഈ സാധനം കൊണ്ട് വീട്ടിൽ ചെന്ന് ആദ്യം അടിച്ചിട്ടാണ് എനിക്ക് ഗിഫ്റ്റ് തന്നത്. എൻ്റെ പാരൻസിൻ്റെ തോട്ടിൽ പഠനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ ആ കൊച്ച് പഠിക്കില്ല എന്നുള്ളത് അവർക്ക് എന്നും വലിയൊരു വിഷയമായിരുന്നു. കുറേ തല്ല് ഞാൻ കൊണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ മൈൻഡ് പറയാനുള്ള സ്പേസസ് എനിക്ക് കിട്ടിയിരുന്നില്ല. ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഫുൾ സോഷ്യൽ മോറൽ പോളിസിങ് ഉള്ള സ്കൂൾസ് കോളേജൊക്കെ കൂടെ തന്നെ കടന്നു പോയിട്ടുള്ളത്. ഐ ഹാവ് ഫോട്ട്. പിന്നെ ഈ ഫാമിലി എന്ന് പറഞ്ഞൊരു സിസ്റ്റം എൻ്റെ മൈൻഡിനെ നല്ലോണം ചേഞ്ച് ആക്കി. പിന്നെ മാരേജും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ആ വോയിസ് നഷ്ടപ്പെട്ടു പോയതാണ് എനിക്ക്. പിന്നെ ഇപ്പോൾ തിരിച്ചു പിടിച്ചു. ഞാൻ ഈ കണക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പലപ്പോഴും കുട്ടികൾക്ക് സർട്ടൻ ഏരിയസിൽ ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ ഇന്ന് ഒരു പക്ഷേ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഇവാലുവേഷനോ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തും. അന്ന് അതിനുമുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. 10ാം ക്ലാസ് വരെ മാത്തിൽ 11 വരെ ആക്ച്വലി മാത്തിൽ സ്ട്രഗിൾ ചെയ്തതാണ് ഞാൻ. +2 വരെ ബയോമാക്സ്. എന്നെ ഈ കണക്കിൽ ഇത്രയും പൊട്ടയായിട്ടുള്ള എന്നെയൊക്കെ കൊണ്ടുപോയി ബയോമാക്സിന് വിട്ടു. എനിക്കിപ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഞാൻ +1 2 പ്രാവശ്യം തോറ്റു. ഞാൻ ഫിസിക്സിനും മാത്സിനും 2 പ്രാവശ്യം തോറ്റു. അവസാനം എൻ്റെ അമ്മ പോയി മാത്സ് ടീച്ചറുടെ അടുത്ത് കയ്യേ കാലേ പിടിച്ച് ഈ കൊച്ചിനെ ഇങ്ങനെ തോപ്പിച്ചിടല്ലേ, അതിന് കല്യാണം കഴിപ്പിച്ച് ഇങ്ങനെ വിടണമെന്നും പറഞ്ഞ് അങ്ങനെ കരഞ്ഞ് പറഞ്ഞിട്ടാണ് ഇവരെന്നെ +2 കൊണ്ടിരുത്തുന്നത്. എങ്ങനെ ജയിച്ച് +2 എങ്ങനെ കടന്നു പോയെന്ന് എനിക്കറിയില്ല. എനിക്ക് മാത്സ് മനസ്സിലാവില്ല. എനിക്കൊരു കടയിൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് ബാലൻസ് വാങ്ങിക്കാൻ പറഞ്ഞാൽ കിട്ടണത് കൈ മേടിച്ച് ഞാൻ വീട്ടിൽ പോയി. എനിക്കത് കണക്ക് മനസ്സിലാവില്ല. ഇപ്പം നിങ്ങളൊരു 10ന് മുകളിലോട്ടുള്ള സംഖ്യകൾ വെച്ചിട്ട് കൂട്ടാനോ കുറയ്ക്കാനോ അല്ലെങ്കിൽ ഓക്കെ കൂട്ടലും കുറയ്ക്കലും വരെ എനിക്ക് അറിയുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. എനിക്ക് മനസ്സിലാവില്ല തന്നെയാണ്. എനിക്കിപ്പോൾ ഒരു കണക്ക് നമ്മൾ പൈസയുടെ കാര്യം പറയുമ്പോൾ പോലും എനിക്കൊന്നും മനസ്സിലാവില്ല. എൻ്റെ ഒരു കൂട്ടുകാരനാണ്, അവൻ ബാങ്കറാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ ഫിനാൻസിലെ കാര്യത്തിൽ ഉപദേശിക്കും. എല്ലാം ഇങ്ങനെ പറഞ്ഞു തരും, മറ്റേ SIP ഇടേണ്ടത്, മറ്റേ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എല്ലാം കഴിയുമ്പോൾ ഞാൻ ഇപ്പം എന്ത് ചെയ്യണ്ടേ, അത് സ്പെസിഫിക് ആക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അത് ചെയ്യാം. എനിക്ക് മനസ്സിലാവില്ല. എനിക്കതിൽ ആദ്യമൊക്കെ ഭയങ്കര ആക്ഷേപമായിരുന്നു. ഞാൻ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അത് എന്താണ് പ്രോബ്ലം എന്ന്. എനിക്ക് മനസ്സിലായിടത്തോളം എനിക്ക് ഡിസ്കാൽക്കുലി ആയിരിക്കും. കാരണം അത്രയും ഞാൻ വായിക്കുമ്പോഴൊക്കെ എനിക്ക് അതാണ് മനസ്സിലായിട്ടുള്ളത്. ഞാൻ അതാ പറഞ്ഞൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടില്ല. കാരണം ഓൾറെഡി കുറേ കാര്യത്തിൽ എന്തായാലും ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്, ഡെബിറ്റ് കാർഡ്സ് ഉണ്ട്, മൊബൈലിൽ ഫോൺപേ, ഗൂഗിൾ പേ എല്ലാം ഉണ്ട്. ജീവിക്കാനുള്ള സാധനം കയ്യിലുണ്ട്. കാശ് നമ്മൾ കൊടുക്കാണ്ടിരുന്നാൽ പോരെ. ടൈം വിൽ ടെൽ.
യെസ്, ടൈം വിൽ ടെൽ. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതെനിക്ക് എല്ലാവരോടും പറയാനുള്ളതാണ്. നിങ്ങളിപ്പോൾ വലിയ കുരുക്കിൻ്റെ ഉള്ളിൽ നിന്നിട്ട് എന്താ നടക്കണേന്ന് ഇങ്ങനെ ആലോചിച്ച് തലപുണ്ണാക്കണ്ട. ജസ്റ്റ് ബി ദെയർ. ആ ഓരോ മിനിറ്റും പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദ ടൈം വിൽ ടെൽ വൈ യു ആർ ഇൻ ദാറ്റ് സ്പേസ് എന്നുള്ളത്. എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് ഞാൻ അത്രയും എൻ്റെ ഇമോഷൻസും ഈ സോഷ്യൽ കൺസ്ട്രക്റ്റുകളുടെ ഇടയിൽ പെട്ടുപോകുന്ന മനുഷ്യരുടെ ഇമോഷൻസും അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഈ കെയോസിൻ്റെ അകത്ത് ഞാൻ നിന്നതുകൊണ്ടാണ് ഇന്ന് എനിക്ക് മനുഷ്യന്മാരെ മനസ്സിലാവുന്നത്, ഇന്ന് എനിക്ക് എഴുതാൻ പറ്റുന്നത്, ഇന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, ഇന്ന് എനിക്ക് സിനിമ കാണുമ്പോൾ വേറൊരു ഡെപ്തിൽ സിനിമ മനസ്സിലാവുന്നത്. എൻ്റെ ലൈഫിൽ അർത്ഥങ്ങൾ ഉണ്ടാക്കി തന്നത് ഈ എക്സ്പീരിയൻസ് ആണ്. ആ സമയമാണ് എനിക്ക് ക്ലാരിറ്റി തന്നത്. ഞാൻ സമയം എടുക്കണം. നമ്മൾ ഇതിൻ്റെ നടുക്ക് നിന്നിട്ട് കൺക്ലൂഷൻസിലേക്ക് എത്തരുത്. ഐ ഓൾറെഡി ടോൾഡ് യു, ഞാൻ ഇത്രയും സമയം എടുത്തിട്ടാണ് സൊസൈറ്റിയുടെ മുന്നിൽ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇത് വന്ന് പറയുന്നത്. ആ ടൈം എടുക്കണം. ഐ ആം ഡാഷ് എന്ന് ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ ഡാഷ് എങ്ങനെ വരും? ഐ എം എ കോൺഷ്യസ് ഒബ്സർവർ. കോൺഷ്യസ് ഒബ്സർവർ, അതാണ് എൻ്റെ ഇൻസ്റ്റയിലെ എൻ്റെ ബയോയിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ആ ഒരു വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. പറയൂ. You can just look at things and say that you're an observer. But how conscious you are in that state. എത്രത്തോളം അവെയറാണ്. ഇപ്പം ഞാൻ അവെയറാണ്. ഞാനിരിക്കുന്ന എല്ലാ സ്പേസസിലും ഞാൻ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളിലും, ഇറ്റ് ബി പെയിൻ, പ്ലെഷർ, ആങ്സൈറ്റി, വാട്ട് എവർ, എല്ലാ സ്പേസസിലും ഞാൻ അവെയർനെസ് കൊണ്ടുവരാൻ പഠിച്ചു, മൈൻഡ്ഫുൾ ആവാൻ പഠിച്ചു. അതാ ഞാൻ പറഞ്ഞത്, ലൈഫ് ഈസ് നോട്ട് ഹാപ്പനിങ് ടു മീ, ലൈഫ് ഈസ് ഹാപ്പനിങ് and I'm observing And it. observing. You're observing what is happening to you. Not to me, it is happening. ഞാൻ അതിൻ്റെ അകത്തില്ലെന്നേ. ശരിക്കും ഒരു സിനിമ കഥ പോലെ മുന്നിലൂടെ നടക്കുകയാണ്. കാരണം പലതും only thing you have to protect yourself. ബാക്കിയെല്ലാം വന്ന് വീണോളും. ഒന്നിനെ പിടിച്ച് വെക്കണ്ട, വിട്ടേക്കുക, എല്ലാത്തിനും വിട്ടേക്കുക. ആളുകളെ വിട്ടേക്കുക, സംഭവങ്ങളെ വിട്ടേക്കുക, നിങ്ങളുടെ മെറ്റീരിയൽ സാധനങ്ങളെ വിട്ടേക്കുക. ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ ആൻഡ് യു വിൽ സീ വാട്ട് ഓൾ ആർ കമ്മിങ് ടു യു. ഭയങ്കര നല്ല സാധനങ്ങൾ വരും. ചില സമയത്ത് ഈ സ്പേസ് ക്ലിയർ ചെയ്യണതാ. നമുക്ക് നഷ്ടം വരുമ്പോൾ ഭയങ്കരമായിട്ട് അയ്യോ പോയേ പോയതല്ല, വരാൻ ഉണ്ടാക്കണതാണ്. ഒത്തിരി നല്ല കാര്യങ്ങൾ വരട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചിന്ന ഗിഫ്റ്റ്. ഗ്രീൻ ആൻഡ് ബേജ് എന്ന ബ്രാൻഡാണ്. ആൻഡ് ദേ ഹാവ് സം ബ്യൂട്ടിഫുൾ പ്രോഡക്ട്സ്. ദിസ് ഇസ് എ മോയ്സ്ചറൈസർ. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ബ്രാൻഡാണ്. ഇറ്റ്സ് റിയലി നൈസ്. ദിസ് ഇസ് എ ടൈനി ഗിഫ്റ്റ് ഫോർ യു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കേക്കുണ്ടോ? അടിപൊളി. അപ്പൊ ഞാൻ വിചാരിച്ചില്ല പിള്ളേരെ എടുത്തോണ്ട് കൊണ്ടുവന്നു. നോക്ക ജുവൽ. ഹാപ്പി ബർത്ത്ഡേ ടു യു ജുവൽ. ആൻഡ് ഇത് എയർ ചെയ്യുമ്പോൾ കുറെ ദിവസങ്ങൾ കഴിയും എൻ്റെ ഒരു പേസിൽ. ബട്ട് ഹാവ് എ വണ്ടർഫുൾ ഇയർ അഹെഡ്. മേ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ. യെസ്, താങ്ക് യു സോ മച്ച്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday, dear Julia. Thank you. Happy birthday to you. Thank you, Danya. Thank you so much. Thank you so much. Thank you. Thank you. God bless you with health, happiness and all glory. Thank you so much.